സ്ഥാനാർത്ഥിയായി തന്നെ തെരഞ്ഞെടുത്തതിൽ അഭിമാനമുണ്ടെന്ന് ചാലക്കുടിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ചാലക്കുടി സീറ്റ് തിരിച്ചുപിടിക്കാൻ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ, അതായത് UDFന്റെ കൺവീനർ തന്നെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. ഏതായാലും ഇന്നസെന്റ് ആണ് ഇന്നത്തെ സിറ്റിംഗ് എംപിക്കെതിരെ ശക്തമായ ഒരു മത്സരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ചാലക്കുടിയുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ നമ്മുടെ കൂടെയുണ്ട്. എങ്ങനെ കാണുന്നു സ്ഥാനാർത്ഥിത്വത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് ചാലക്കുടി പോലെയുള്ള കോൺഗ്രസിന്റെ വലിയ ഒരു ശക്തികോട്ടയായ ഒരു നിയമമണ്ഡലത്തിൽ മത്സരിക്കാൻ കിട്ടിയത്. ചാലക്കുടിയുടെ പാരമ്പര്യം വളരെ വലുതാണ്. പരമ്പള്ളി ഗോവിന്ദമേനോൻ, ശ്രീ കരുണാകരനെ പോലെയുള്ള പ്രഗത്ഭരും ശക്തരുമായ നേതാക്കന്മാർ പ്രദാനം ചെയ്തൊരു നിയോജകമണ്ഡലത്തിൽ എനിക്ക് ഒരു സ്ഥാനാർത്ഥിത്വം ലഭിക്കുക എന്നതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അഭിമാനമുണ്ട്. ആ നിയോജകമണ്ഡലം എന്നും എക്കാലവും കോൺഗ്രസിനും ജനാധിപത്യ മുന്നണിക്കും അനുകൂലമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അത് നഷ്ടപ്പെട്ടു. ഈ പ്രാവശ്യം വീണ്ടെടുക്കുക എന്നൊരു ദൌത്യം കൂടിയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് വീണ്ടെടുത്തിരിക്കും. കഴിഞ്ഞ തവണ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ആ സീറ്റ് നഷ്ടപ്പെട്ടതെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ സിറ്റിംഗ് എംപിയാണ്. ഇന്നസെന്റ് ഒരു സിനിമാ പരിവേഷം കൂടിയുണ്ട്, ഒരു ഗ്ലാമർ പരിവേഷം കൂടിയുണ്ട്. അപ്പോൾ ഇത് നേരിടാൻ എന്തൊക്കെ തരത്തിലുള്ള സ്ട്രാറ്റജി ആയിരിക്കും UDF മുന്നോട്ട് വെക്കുന്നത്? UDFന്റെ സ്ട്രാറ്റജി രാഷ്ട്രീയമാണ്. അവിടെ മറ്റ് താരപ്രതിഭയല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിക്കാൻ പോകുന്ന രാഷ്ട്രീയമാണ്. ദേശീയ രാഷ്ട്രീയം, സംസ്ഥാന രാഷ്ട്രീയം. രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും അപകടത്തിലാകപ്പെട്ട സാഹചര്യം, ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന സാഹചര്യം, നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം, ഇത്തരം സാഹചര്യങ്ങളാണ് നമ്മുടെ ഭരണഘടനയ്ക്കെതിരെ ഉയർന്നു വരുന്ന വെല്ലുവിളി. മഹാത്മാഗാന്ധിയെ പോലെയുള്ള രാഷ്ട്രപിതാവിനെ തമസ്കരിക്കത്തക്ക രീതിയിലുള്ള രാഷ്ട്രീയം, ഈ രാഷ്ട്രീയമൊക്കെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കാൻ പോകുന്നത്. അവിടെ മറ്റു പ്രതിഭകൾക്കല്ല സ്ഥാനം. കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണപരമായ പരാജയം, വികസന തകർച്ച, ഭരണത്തകർച്ച, വികസന മാന്ദ്യം, ക്രമസമാധാന തകർച്ച, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിക്കാൻ പോകുന്നത്. നവകേരളത്തിന് പോയിട്ട് അവസാനം നരഹത്യയുമായി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റിന്റെ കൊലപാതക രാഷ്ട്രീയത്തെ, അക്രമ രാഷ്ട്രീയത്തേക്ക് ഞങ്ങൾ ശക്തമായി ഉയർത്തിപ്പിടിക്കും.